ആഖിബത്തു ലിൽമുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് പറയുന്നു, ഫാത്തിമ, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽമുത്തഖീൻ. ഫാത്തിമ, ഫാത്തിമ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കുന്നത്. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയുകയാണ്. ഫാത്തിമ കരയുകയാണ്. നോക്കുമ്പോ ഭർത്താവ് മുഖത്തേക്ക് തുണിയെടുത്തിടുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ ഉറക്കെ പറയുകയാ. അനക്കമില്ലടോ, ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയുവോ? ഭർത്താവ് കടന്നിരുന്ന റൂമിനകത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത വല്ലാത്ത സുഗന്ധമാ. മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയുമോ? തന്റെ ഭർത്താവിന്റെ മുഖത്തെ ചിരി കണ്ടോ വല്ലാത്ത സന്തോഷത്തോടെ കിടക്കുകയാണ്. ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ എല്ലാവരും അറിയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണാ ജനങ്ങൾ മുഴുവനും കടന്നു വരികയാ. എല്ലാവരും പറയുന്നു നല്ല മരണമാ. കണ്ടവര് പറയുന്നു നല്ല മരണമാണെന്ന്. അവസാനം അവിടെ നിന്ന് മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, കബറടക്കി. ജനാസ കബറടക്കി കഴിഞ്ഞപ്പോ ആരും പോകുന്നില്ലടോ. വന്നവര് മുഴുവനും അവിടെ നിൽക്കുകയാണ്. വന്നവര് മുഴുവനും അവിടെ നിൽക്കുകയാണ്. കൂടി നിന്ന് എല്ലാവരും ചർച്ചയായി. എന്താ പറയുന്നതെന്നറിയുമോ? അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആനൂതി. പടച്ചവനെ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു മയ്യത്തിന് സുഗന്ധമായിരുന്നെന്ന്. ഒരു നാട് മുഴുവനും ചർച്ചയായി. അവസാനം എല്ലാവരും കൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് തന്നെ പോയി. ആ ജനാസ എടുത്തുകൊണ്ടുവന്ന വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു ചെല്ലുകയാണ്. വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് അവര് വിളിക്കുന്നു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ.